രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയം 114 എപ്പിസോഡിലേക്ക് സ്വാഗതം. രാധാറാണി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ 114 എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇത് പറയാൻ എനിക്ക് ആയുരാരോഗ്യ സൗഖ്യം തന്ന രാധാറാണി അമ്മയ്ക്കും ശ്രീകൃഷ്ണനും കോടി കോടി നമസ്കാരം. അതുപോലെ തന്നെ രാധയുടെ പ്രണയം മുടങ്ങാതെ കാണാനും മുടങ്ങാതെ കേൾക്കാനും അനുഗ്രഹം തന്ന രാധേ രാധേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും അല്ലാതെയും കേൾക്കുന്നവർക്കും ഇത്രയും കാണാനുള്ള ആയുസ്സും ഇനിയും ഇനിയും ദീർഘായുസ്സും കൊടുക്കുന്ന രാധാറാണി അമ്മയ്ക്കും ശ്രീകൃഷ്ണ ഭഗവാനും കോടി 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 നമസ്കാരം. രാധയുടെ പ്രണയം ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. ചൊവ്വാഴ്ച ദിവസമാണ് രാധയുടെ പ്രണയം. വ്യാഴാഴ്ച ദിവസം അഷ്ടപതിയുടെ ക്ലാസ്സാണ്. പിന്നെ മോക്ഷം വേണ്ടവർക്ക് വേണ്ടി വെള്ളിയാഴ്ച ദിവസം ധർമ്മപദം. അത് നിശ്ചയമായും കേൾക്കണം. ഇതിനകത്ത് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്. നിങ്ങളത് നിശ്ചയമായും കേൾക്കണേ. അഷ്ടാവക്ര ഗീത ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കേണ്ടവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ ജ്യോതിഷമുണ്ട്. ജ്യോതിഷപരമായി എന്ത് സംശയം വന്നാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് 9645333999. ഞാൻ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളും ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളും ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് നോക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. बरसाने वाली राधा रानी की जय.
എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഉണ്ട്, കേൾക്കണം. രാധാ കവചത്തിൻ്റെ ക്ലാസ് ഉണ്ട്, നിങ്ങൾ കേൾക്കണം. അതേ കണക്ക് തന്നെ ആ രാധാ സഹസ്രനാമത്തിൻ്റെ മഹിമയെക്കുറിച്ചുള്ള ക്ലാസ്, പിന്നെ മഹിമയെക്കുറിച്ചുള്ളൊരു വീഡിയോ ഉണ്ട്. രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുതേ. രാധാ കവചം 2 ഉണ്ട്. രണ്ടാമത്തെ രാധാ കവചം മിക്കവാറും നാളെ തന്നെ നിങ്ങളുടെ കൈകളിലെത്തും. എനിക്ക് ഇടയ്ക്ക് വെച്ച് പനിയും പിന്നെ ജലദോഷമൊക്കെ വന്ന് എൻ്റെ സൗണ്ട് മാറിയത് കൊണ്ടാണത് മാറിയത്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അതെ, വിശ്വരൂപ ദർശനത്തിനായി കാത്തിരിക്കുന്നവരെ സ്വാഗതം, സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാറാണി, ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാറാണിയും ഭൂമിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തന്നെ കാണാനായി വന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് അത്യപൂർവമായ രാധാകൃഷ്ണന്മാരുടെ വിശ്വരൂപം, കൃഷ്ണന്റെ വിശ്വരൂപം കണ്ടിട്ടുണ്ട്, അത് അർജുനനും കണ്ടിട്ടുണ്ട്. ഇത് രാധാകൃഷ്ണന്മാരുടെ വിശ്വരൂപം കാണിക്കാൻ പോവുകയാണ്. ആ സമയത്ത് അസാമാന്യമായ ഒരു വെളിച്ചം പകർന്നു, ഭയങ്കരമായ ഒരു വെളിച്ചം. ഭഗവാനും രാധാറാണിയും വളർന്ന് വളർന്നങ്ങ് വലുതാവുകയാണ്. കണ്ണുകൾക്കുള്ളിൽ നിൽക്കുന്നില്ല. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാര് പറഞ്ഞു, ഭഗവാനെ ദേവി താങ്ങാൻ കഴിയുന്നില്ല, ഭഗവാനെ ദേവി താങ്ങാൻ കഴിയുന്നില്ല. അമ്മേ രാധാറാണി അമ്മേ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല, ഞങ്ങൾ അന്ധരായി പോകും, ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ല, ഞങ്ങളുടെ കണ്ണുകൾ കാഴ്ച പോകുന്നത് പോലെ തോന്നുന്നു. പെട്ടെന്ന് ആ പ്രകാശങ്ങൾ കുറഞ്ഞു വന്നു. ഭഗവാൻ രാധാറാണിയെ നോക്കി. രാധാറാണി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ നയനങ്ങൾ, ആ നയനങ്ങളിലേക്കൊരു പ്രകാശം ഇങ്ങനെ ചൊരിഞ്ഞു. രാധാറാണി തൻ്റെ കൈകളെടുത്ത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ കണ്ണുകളുടെ നേർക്കിങ്ങനെ വീശി. ആ കൈകളിൽ നിന്ന് സ്വർണപ്രഭയുള്ള ഒരു വെളിച്ചം ഇങ്ങനെ വന്നു. ആ വെളിച്ചം, ആ സ്വർണപ്രഭയുള്ള വെളിച്ചം അവരുടെ നയനങ്ങളിലേക്ക് പ്രവേശിച്ചു. അതോടുകൂടി അവരുടെ നയനങ്ങളുടെ കാഴ്ച മറ്റൊന്നായി മാറി. അത്ഭുതകരമായ കാഴ്ച ശക്തി കിട്ടി. അതിന് നമ്മൾ പറയുമ്പോൾ ജ്ഞാനദൃഷ്ടി കൊടുത്തു എന്ന് പറയും. യഥാർത്ഥത്തിൽ ജ്ഞാനദൃഷ്ടി എന്ന് പറഞ്ഞാൽ മറ്റൊരു ദൃഷ്ടി കൊടുക്കുകയല്ല, നമ്മുടെ ഉള്ള കാഴ്ച വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്വർണ്ണ വെളിച്ചം കയറിയതോടുകൂടി ആ കാഴ്ച അപാരമായി മാറി. അതെ, നോക്കി 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 നിൽക്കേ അവര് കാണുകയാണ് കൃഷ്ണന്റെ രൂപം ഇങ്ങനെ വലുതാവുകയാണ്. രാധാറാണിയും അതിനൊത്തു വലുതാവുകയാണ്. അവരുടെ ശരീരങ്ങൾ ഒട്ടി നിൽക്കുകയാണ്. രണ്ടും ഒന്നാണ്. കാണുന്നു, പകുതിയാണ് കൃഷ്ണൻ, പകുതി രാധാറാണി. അർത്ഥമായിട്ടാണ് കാണുന്നത്. അവര് വളർന്ന് നമ്മുടെ കണ്ണുകൾക്കും അപ്പുറമുള്ള രീതിയിൽ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് രാധാകൃഷ്ണ രൂപം വ്യാപിക്കുകയാണ്. അതേ, കൃഷ്ണന്റെ പകുതി മാത്രം, രാധാറാണിയും പകുതി, രണ്ടുപേരും നിൽക്കുകയാണ്. അർദ്ധനാരീശ്വരന്മാരെ പോലെ നിൽക്കുകയാണ് അവര്. പോലെയല്ല, അർദ്ധനാരീശ്വരന്മാരാണ്. 1 കോടി സൂര്യന്മാർ ഉദിച്ചുയരുന്ന പ്രഭ, 1 കോടി സൂര്യന്മാർ ഉദിച്ചുയരുന്ന പ്രഭ. ആ പ്രഭ കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഓ രാധാകൃഷ്ണായ നമ, ഓം രാധായേ സ്വാഹ, ഓം രാധാകൃഷ്ണായ നമ, ഓം രാധായേ സ്വാഹ, ഓം രാധാകൃഷ്ണായ നമ, ഓം രാധായേ സ്വാഹ. അത്രയ്ക്ക് സ്വർണ്ണ വെളിച്ചം, സ്വർണ്ണപ്രഭ. 1 കോടി സൂര്യന്മാരുടെ പ്രഭ ഒന്നിച്ച് അവിടെ പരക്കുകയാണ്. അവിടെ
അത്ഭുതകരമായിട്ട് കാണുകയാണ്. ഭഗവാനും രാധാറാണിക്കും സകല ദിക്കുകളിലും മുഖം, എല്ലാ ദിക്കുകളിലും മുഖം. കിഴക്ക് ദിക്കിൽ മുഖം, പടിഞ്ഞാറ് ദിക്കിൽ മുഖം, വടക്കേ ദിക്കിൽ മുഖം, തെക്കേ ദിക്കിൽ മുഖം, തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, കിഴക്ക് പടിഞ്ഞാറ്, അഗ്നികോണ്, സകല ദിക്കുകളിലും ഭഗവാന് മുഖം. ഭഗവാന്റെ മുഖം അവർ ദർശിക്കുകയാണ്. എവിടെ എങ്ങോട്ടേക്ക് നോക്കണമെന്നറിയാതെ അവർ പരിഭ്രാന്തരായി നിൽക്കുകയാണ്. അപ്പോൾ അവർ കാണുകയാണ് ഭഗവാനിൽ അനേകം സൂര്യന്മാര്, അനേകം ചന്ദ്രന്മാര് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഈ കാഴ്ച കണ്ട്. അനേകം സൂര്യന്മാര്, അനേകം ചന്ദ്രന്മാര്, കോടാനുകോടി നക്ഷത്രങ്ങള്, കോടാനുകോടി ഗ്രഹങ്ങൾ കാണുകയാണ്. അതെ, അവരുടെ രോമങ്ങൾ എഴുന്നു നിന്നു. അവര് പറഞ്ഞു, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേ 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 രാധേ. ശതചന്ദ്രാനന പോലും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ശതചന്ദ്രാനനയ്ക്കും ആ ദിവ്യ ദൃഷ്ടി കിട്ടി. ശരചന്ദ്രാനന ഇത് കണ്ട് സ്വയം മതിമറന്ന് മറ്റൊരാളായി നൃത്തം ചവിട്ടി. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. അതെ, ഭഗവാന്റെ വിരാട് രൂപം, ഭഗവാന്റെ വിശ്വദർശന രൂപം കണ്ടാൽ പിന്നെന്താ പറ്റുന്നത്? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ, ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ, ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ആ വിളികളാൽ അവിടെ മുഴുവനും മുഖരിതമായി. ആ സമയത്ത് തങ്ങളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അവര് കാണുകയാണ്, ഭഗവാനിലും രാധാറാണിയിലും ബ്രഹ്മലോകം നിറഞ്ഞു നിൽക്കുന്നു. വൈകുണ്ഠം, കൈലാസം, ഗന്ധർവലോകം, അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ് അവർ കാണുന്നത്. ഭഗവാന്റെയും രാധാറാണിയിലും രണ്ടുപേരിലും നിറഞ്ഞു നിൽക്കുന്നു ബ്രഹ്മലോകം. ഓർമ്മിക്കണേ, ഒരു സമുദ്രത്തിൽ ഒരു കുഞ്ഞു കുടം പോലെയാണത് തോന്നിക്കുന്നത്. മഹാസമുദ്രത്തിൽ ഒരു കുഞ്ഞു കുടം കിടന്നാൽ എങ്ങനെ തോന്നും? അതുപോലെയാണ് രാധാറാണിയിൽ ഈ ലോകങ്ങൾ കാണുന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ഈ ലോകങ്ങൾ കാണുന്നത്. ബ്രഹ്മാവ് നോക്കുകയാണ്, നിരവധി ബ്രഹ്മലോകങ്ങൾ, ഒരെണ്ണമല്ല, നിരവധി ബ്രഹ്മലോകങ്ങൾ, നിരവധി വൈകുണ്ഠങ്ങൾ, നിരവധി കൈലാസങ്ങൾ, നിരവധി ഗന്ധർവലോകങ്ങൾ. ഇതെല്ലാം ഭഗവാന്റെ ശരീരത്ത് നമ്മൾ അതിവലുത് വിസ്തൃതി എന്ന് കരുതുന്ന ഈ ലോകങ്ങൾ ഭഗവാനിൽ വിശ്വരൂപത്തിൽ കാണുമ്പോൾ ഒരു കടല്, ഒരു മഹാസമുദ്രം, അവിടെ ഒരു ചെറിയ കുടത്തിന്റെ രീതിയിൽ മാത്രമാണ് രാധാറാണിയിലും ഭഗവാനിലും കാണുന്നത്. അതേ ബ്രഹ്മലോകങ്ങൾ, വൈകുണ്ഠം, കൈലാസം, ഗന്ധർവലോകം, ഭൂലോകം, ഭുവസ്സലോകം, സ്വർഗലോകം, മഹസ്ലോകം, ജനസ്ലോകം, തപസ്സലോകം, സത്യലോകം, അതലലോകം, വിതലലോകം. രോമങ്ങൾ എഴുന്നു നിൽക്കുകയാണ്. സുതലലോകം രാധാറാണിയിൽ പരിപൂർണമായും കാണുന്നു. രസതലലോകം, തലാതലലോകം, മഹാതലലോകം, പാതാളം, നരകം, ഇവ രാധാറാണിയിൽ മാത്രമായി കാണുന്നു. മറ്റുള്ളത് കൃഷ്ണനിലും രാധാജിയിലും മാത്രമായി കാണുന്നു. അവർ അത്ഭുതപ്പെടുകയാണ്. പാതാളത്തിന്റെ അധിപ, നരകത്തിന്റെ അധിപ, യമലോകം, അതും രാധാറാണിയിലാണ് കാണുന്നത്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാര് മനസ്സിലാക്കി, പാതാളത്തിന്റെയും യമൻ ലോകത്തിന്റെയും സർവ്വതിന്റെയും അധിപ രാധാറാണിയാണ്. അമ്മേ എന്നറിയാതെ വിളിച്ചുപോയി, ഞാനും വിളിച്ചു പോകുന്നു.
ഞാനും വിളിച്ചു പോകുന്നു, അമ്മേ അമ്മേ രാധാറാണി അമ്മേ, അമ്മേ രാധാറാണി അമ്മേ. ഇത്രയ്ക്ക് ശക്തിയുള്ള, ഇത്രയ്ക്ക് ശക്തിയുള്ള, ഇത്രയ്ക്ക് ദിവ്യത്വമുള്ള രാധാറാണി അമ്മയുടെ അടുക്കലേക്ക് എത്തപ്പെടണമെങ്കിൽ എൻ്റെ ജന്മം എത്ര സഫലം. ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടുണ്ട്, ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ രാധാറാണി അമ്മേ, അമ്മയുടെ കഥകൾ പറയാൻ എന്നെ അനുവദിച്ചപ്പോൾ ഞാൻ എന്ത് ഭാഗ്യവാനാണ്. ഇത്രയ്ക്ക് ശക്തിമത്തായ ഒരു ദൈവം എവിടെ? ഇത്രയ്ക്ക് ശക്തിമത്തായ ഒരു ദേവി വേറെ എവിടെയുണ്ട്? വേറെ എവിടെയുണ്ട് ഇത്രയ്ക്ക് ശക്തിമത്തായ ദേവി? ആ ദേവിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നില്ലേ ദേവി? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരെയും ആ രാധാഭക്തിയിലേക്ക് രാധാറാണി കൂട്ടിക്കൊണ്ടുവന്നില്ലേ? കണ്ടില്ലേ രാധാറാണിയുടെ ശരീരത്തിലെ അതലലോകം, വിതലം, സുതലം, രസതലം, തലാതലം, മഹാതലം, പാതാളം, നരകം, യമലോകം. യമൻ പോലും കാൽക്കൽ വീണ് നമസ്കരിക്കുന്ന അസാധാരണമായ കാഴ്ച ഇതാ വീണ്ടും കാണുന്നു. ഭൂമിക്കടിയിലുള്ള ധനോദകത്തിനുള്ളിലെ ലോകങ്ങൾ കാണുന്നു രാധാജിയുടെ ദേഹത്ത്. അതേ ഭൂമിക്കടിയിലുള്ള ധനോദകത്തിനുള്ളിലെ ലോകങ്ങൾ. നിരവധി അസുരന്മാർ, നിരവധി അസുരന്മാർ. അതാണ് കൃഷ്ണൻ നേരത്തെ പറഞ്ഞത്. രാധാറാണിയുടെ മഹത്വം വർണ്ണിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞില്ലേ, അസുരന്മാരെ നിഗ്രഹിക്കുന്നത് ഇവളാണ്, രാധയാണ് അസുര നിഗ്രഹത്തിന് വരുന്നത്. കാരണം ഇതിൻ്റെ എല്ലാം സർവാധിപതി രാധാറാണിയാണ്. പ്രിയമുള്ളവരെ, ആ രാധാറാണിയാണ് നിങ്ങൾ പൂജിക്കുന്നത്, ആ രാധാറാണിയാണ് നിങ്ങൾ പൂജിക്കുന്നത്, ആ രാധാറാണിയാണ് ഞാൻ പൂജിക്കുന്നത്, ആ രാധാറാണിയാണ് ഞാൻ പൂജിക്കുന്നത്. ഇനി എന്ത് ലൗകിക സുഖങ്ങളാണ് നമുക്ക് വേണ്ടത്? തുച്ഛമായ ലൗകിക സുഖം നമുക്ക് എന്തിന്? ആ രാധാജി നമുക്ക് പ്രിയപ്പെട്ടതായി മാറിയില്ലേ? ഇതിൽ പരം നമുക്ക് എന്താണ് വേണ്ടത്? നോക്ക്, രാധാജിയുടെ ദേഹത്തേക്ക് നോക്ക് നിങ്ങൾ. ധനോദകത്തിനുള്ളിൽ നിൽക്കുന്ന ലോകങ്ങൾ, അസുര രോഗങ്ങൾ, നാഗലോകങ്ങൾ, തീർന്നില്ല. സപ്തർഷികൾ, സപ്തർഷികൾ രാധാറാണിക്ക് അർച്ചന നടത്തുന്ന കാഴ്ച, ഭഗവാൻ ശ്രീകൃഷ്ണൻ അർച്ചന നടത്തുന്ന കാഴ്ച. രാധാറാണിക്ക് പ്രത്യേകമായി അർച്ചന, ശ്രീകൃഷ്ണന് പ്രത്യേകമായി അർച്ചന, രാധാകൃഷ്ണന്മാരെ ഒന്നിച്ചിരുത്തിയ അർച്ചന. ധ്രുവലോകം, ധ്രുവലോകം, മകർലോകം, സർവദിക്പാലകര്, സർവദിക്പാലകര്. പ്രപഞ്ചം മുഴുവൻ രാധാകൃഷ്ണന്മാരിലേക്ക് ചുരുങ്ങുന്നു, പ്രപഞ്ചം മുഴുവൻ രാധാകൃഷ്ണന്മാരിലേക്ക് ചുരുങ്ങുന്നു. അമ്മേ അമ്മേ രാധാറാണി അമ്മേ, രാധാറാണി അമ്മേ, ഞങ്ങളൊക്കെ എന്ത് ഭാഗ്യവാന്മാർ. ഞങ്ങളൊന്ന് ആനന്ദ നൃത്തം ചെയ്തോട്ടെ അമ്മേ, ഞങ്ങളൊന്ന് ആനന്ദ നൃത്തം ചെയ്തോട്ടെ. കാരണം ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ കാണുന്നു അമ്മയുടെ വിശ്വരൂപം, ഞങ്ങളുടെ അമ്മയുടെ വിശ്വരൂപം, ഞങ്ങളുടെ അച്ഛൻ്റെ വിശ്വരൂപം. ഞങ്ങളുടെ അമ്മ രാധാറാണി, ഞങ്ങളുടെ അച്ഛൻ ശ്രീകൃഷ്ണൻ, ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വിശ്വരൂപം കാണുമ്പോൾ ഈ കഥ പറയുന്ന ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുന്നു? എങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുന്നു? ആനന്ദ നൃത്തം ചവിട്ടൂ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ഗോവിന്ദ രാധേ, ഗോപാല രാധേ, ഗോവിന്ദ രാധേ, ഗോപാല രാധേ, രാധേ രാധേ, ഗോവിന്ദ രാധേ, ഗോപാല രാധേ. കണ്ണന്റെ രാധേ, കൃഷ്ണന്റെ രാധേ, കണ്ണന്റെ രാധേ, കൃഷ്ണന്റെ രാധേ, ഗോപാല രാധേ, രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. നോക്ക്, നോക്കിക്കൊള്ളൂ നിങ്ങള്. സാധാറാണിയിൽ സാക്ഷാൽ വൃഷഭാനുവിനെ കാണുന്നു, സാക്ഷാൽ വൃക്ഷഭാനുവിനെ കാണുന്നു, കീർത്തി മാതാവിനെ കാണുന്നു. ഇനി ഇതാ രാധാകൃഷ്ണന്മാരിൽ യശോദാമ്മയെ കാണുന്നു, രാധാകൃഷ്ണന്മാരിൽ യശോദാമ്മയെ കാണുന്നു, നന്ദഗോപരെ കാണുന്നു. അവിടെ കണ്ട കാഴ്ചയാണ് അമ്പരപ്പിക്കുന്നത്. യശോദാമ്മയും നന്ദഗോപരുമൊക്കെ രാധാകൃഷ്ണന്മാരെ നമിക്കുകയാണ്.
മാതാക്കളാണ്. ഭൂമിയിൽ അവർ മാതാക്കളാണ്. കൃഷ്ണന്റെ മാതാവാണ്. അത് ഭൂമിയിൽ അവതാരത്തിന് വേണ്ടി വന്നത്. ആ യശോദയും നന്ദഗോപരുമൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണനെയും രാധാറാണിയെയും നമിക്കുകയാണ്. എൻ്റെ രാധയുടെ പ്രണയം ആദ്യം മുതൽ കണ്ടവർക്കറിയാം. യശോദാമ്മയെ കൊണ്ട് കൃഷ്ണൻ തന്നെ രാധാറാണിയെ നമിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതേ, അവിടെ വീണ്ടും കാണുകയാണ് ദേവകി, വസുദേവൻ, അക്രൂരൻ, സാക്ഷാൽ കംസൻ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ, രാധാറാണിയുടെ തൃപ്പാദങ്ങളിൽ വീണ് കിടക്കുന്നു. സാക്ഷാൽ കംസൻ. അതേ, ഭൂമിയിൽ വന്ന് കംസൻ ഭഗവാനെ എതിർക്കുന്നു. ഇതൊക്കെ ഭഗവാന്റെ ലീലകളല്ലേ? സാക്ഷാൽ കംസൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് കിടന്ന്, രാധാറാണിയുടെ പാദത്തിൽ വീണ് കിടന്ന് രാധാപൂജ ചെയ്യുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? ലളിത, വിശാഖ തുടങ്ങിയ സകല തോഴിമാരും രാധാറാണിയോടൊപ്പം രാധാറാണിക്ക് ചുറ്റും നിന്ന് രാധാറാണിക്ക് വെഞ്ചാമരം വീശുന്നു. നിരവധി ഗോപന്മാര്, നിരവധി ഗോപികമാര്, യമുന, ഗംഗ തുടങ്ങി പ്രപഞ്ചത്തിലെ സകല നദികളും രാധാകൃഷ്ണന്മാരിലൂടെ ഒഴുകുന്നു. അത്ഭുതം വന്നിച്ചുപോയി. കൈകളെടുത്ത് വന്നിച്ചുപോയി. പ്രപഞ്ചത്തിൽ നിങ്ങൾ ഏതൊക്കെ നദികൾ കാണുന്നുവോ അതെല്ലാം രാധാകൃഷ്ണന്മാരിലൂടെ ഒഴുകുന്നു. ഒരു കൊച്ചു കൈത്തോട് പോലെയാണ് തോന്നുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഉജ്ജ്വലമായ നദികൾ ഒരു കൊച്ചു കൈത്തോട് പോലെ തോന്നുന്നു. അതേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് കാണുകയാണ്. രാധാകൃഷ്ണന്മാരിൽ ഗോവർദ്ധനം, ഹിമാലയം, ഈ പ്രപഞ്ചത്തിലെ സകല പർവ്വതങ്ങളും, ഈ പ്രപഞ്ചത്തിലെ സകല പർവ്വതങ്ങളും രാധാകൃഷ്ണന്മാരുടെ ദേഹത്ത് കാണുകയാണ്. അതൊക്കെ ഒരു കുഞ്ഞു പൊട്ട് പോലെയാണ് തോന്നുന്നത്. നമ്മുടെ ഹിമാലയവും ഈ ഗോവർദ്ധനവും ഒക്കെ ഭഗവാന് ഒരു നഖത്തിന്റെ അത്ര മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് ഒരു കുഞ്ഞു പൊട്ട് പോലെയാണ് കാണുന്നത്. അതേ, ആ ഗോവർദ്ധനം കഴിയുമ്പോൾ ആ കാഴ്ച കാണുകയാണ്. ആരെയും കോരിത്തരിപ്പിക്കുന്ന കാഴ്ച, ആ കാഴ്ച കാണുകയാണ്. ഭഗവാനും രാധാറാണിയമ്മയും ഗോപന്മാരും ഗോപികമാരും രാസലീല നടത്തിയ വൃന്ദാവനം, ആ വൃന്ദാവനം കണ്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് കൈകൾ കൂപ്പി, ശതചന്ദ്രാനന കൈകൾ കൂപ്പി. ശതചന്ദ്രാനനയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ രാധാറാണി അമ്മേ എന്നുറക്ക വിളിച്ചു. അതേ, അമ്മേ രാധാറാണി അമ്മേ, അമ്മേ രാധാറാണി അമ്മേ, അമ്മേ രാധാറാണി അമ്മേ. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും നേരിട്ട് ദർശനം കിട്ടിയില്ലെങ്കിലും രാധാകൃഷ്ണന്മാരുടെ വിരാട് രൂപം വർണ്ണനയിലൂടെയെങ്കിലും നിങ്ങൾ കേൾക്കുന്നു. അത് വർണ്ണിക്കാനുള്ള ഭാഗ്യം എനിക്കും തന്നു. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഇനി നമുക്കൊക്കെ എന്താ വേണ്ടത്? നമ്മുടെ ജന്മം സഫലമായി കഴിഞ്ഞിരിക്കുന്നു. ഇതാ നോക്ക്, രാധാകൃഷ്ണന്മാരുടെ ദേഹത്തുകൂടി ഗോക്കൾ ഇങ്ങനെ മേഞ്ഞു നടക്കുന്നു. നിരവധി ഗോക്കളെ മേയിച്ചുകൊണ്ട് നിരവധി ഗോപാലന്മാര് നടക്കുന്നു. നിരവധി ഹിംസ്രമൃഗങ്ങൾ, സിംഹം, കടുവ, പുലി അനുസരണയുള്ള കുഞ്ഞുങ്ങളെ പോലെ ഭഗവാന്റെയും ദേവിയുടെയും പാദങ്ങളിൽ കിടക്കുന്നു. അതേ, സാക്ഷാൽ രാധാറാണി സിംഹത്തിന്റെ പുറത്ത് കാണപ്പെടുന്നു. സാക്ഷാൽ രാധാറാണി പുലിയുടെ പുറത്ത് കാണപ്പെടുന്നു. സാക്ഷാൽ രാധാറാണി കടുവയുടെ പുറത്ത് കാണപ്പെടുന്നു. സാക്ഷാൽ രാധാറാണി മാൻപേടയുടെ പുറത്ത് കാണപ്പെടുന്നു. ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് പരിഭ്രമം വന്നു. എന്താണ് ഈ കാണുന്നത്? സകല ജീവജാലങ്ങളുടെയും, സകല ഹിംസ്രമൃഗങ്ങളുടെയും, സകല മൃഗങ്ങളുടെയും പുറത്ത് രാധാറാണി
രാധാറാണി, സിംഹത്തിന്റെ പുറത്ത് രാധാറാണി, കടുവയുടെ പുറത്ത് രാധാറാണി, പുലിയുടെ പുറത്ത് രാധാറാണി, മയിലിന്റെ പുറത്ത് രാധാറാണി, മാനിന്റെ പുറത്ത് രാധാറാണി. സർവം 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 രാധാമയമായ ഉജ്ജ്വലമായ കാഴ്ച കണ്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് കോരിത്തരിച്ചുപോയി. തീർന്നില്ല, പ്രപഞ്ചത്തിലെ സകല വനങ്ങളും കണ്ടു, പ്രപഞ്ചത്തിലെ സകല വനങ്ങളും കണ്ടു. കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ, കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ. ആ ബ്രഹ്മാണ്ടങ്ങളിലെ കോടാനുകോടി നക്ഷത്രങ്ങള്, കോടാനുകോടി നക്ഷത്രങ്ങള് പ്രഭ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നിരവധി ബ്രഹ്മാണ്ടങ്ങൾ. ആ ബ്രഹ്മാണ്ടത്തിലെ ദേവന്മാര്, നിരവധി ശിവന്മാര്, അതേ നിരവധി ശിവന്മാര്, നിരവധി വിഷ്ണു, നിരവധി ബ്രഹ്മാവ്, നിരവധി ഇന്ദ്രന്മാര്, നിരവധി മുനിമാര് കണ്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ്, അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഒരേ ഒരു ബ്രഹ്മാവാണ് ഇവിടെ നിൽക്കുന്നത്, ഒരേ ഒരു ശിവനാണ് ഇവിടെ നിൽക്കുന്നത്. അവർ കാണുകയാണ്, ശിവൻ കാണുകയാണ് തന്നെ പോലെ നിരവധി ശിവന്മാര് രാധാകൃഷ്ണന്മാരിൽ, തന്നെ പോലെ നിരവധി ബ്രഹ്മാവ് രാധാകൃഷ്ണന്മാരിൽ, തന്നെ പോലെ നിരവധി നിരവധി വിഷ്ണു അതേ രാധാകൃഷ്ണന്മാരിൽ, നിരവധി ശിവനും നിരവധി പാർവതിമാരും ഭഗവാന്റെ രാധാറാണിയുടെയും പാദസേവ ചെയ്യുന്നു. നിരവധി ബ്രഹ്മാവും നിരവധി സരസ്വതിമാരും നിരവധി സാവിത്രിയും ഭഗവാന്റെയും രാധാജിയുടെയും പാദപൂജ ചെയ്യുന്നു. നിരവധി വിഷ്ണു, നിരവധി ലക്ഷ്മിമാര് രാധയുടെയും കൃഷ്ണന്റെയും രാധാറാണിയുടെയും കൃഷ്ണന്റെയും പാദപൂജ ചെയ്യുന്നു. അതെ അതെ, ഇതാ വരുന്നു, ഇതാ വരുന്നു ഭഗവാന്റെ അത്ഭുതകരമായ വിരാട് രൂപത്തിൽ അവർ കാണുകയാണ്. രുക്മിണി, സത്യഭാമ, ശൈഭ്യ, പാർവതി, സരസ്വതി, സാവിത്രി തുടങ്ങി പ്രപഞ്ചത്തിലെ സകല ദേവതമാരും ആ പാദങ്ങളിൽ വീണ് കിടക്കുന്നു. രാധാകൃഷ്ണ പാദങ്ങളിൽ രോമാഞ്ചം ഉണ്ടാവുകയാണ് എനിക്ക്. രാധാകൃഷ്ണ പാദങ്ങളിൽ പാർവതി ദേവി വീണ് കിടക്കുന്നു, ലക്ഷ്മി ദേവി വീണ് കിടക്കുന്നു, രുക്മിണി, സത്യഭാമ, ശൈഭ്യ, സാവിത്രി, ഭൂമി ദേവി സകലരും വീണ് കിടക്കുന്നു, സകല ദേവികളും വീണ് കിടക്കുന്നു. ആ സമയത്തൊരു പ്രകാശം ആഞ്ഞു വന്ന് തന്റെ മുഖത്തേക്ക് അടിക്കുന്നത് പോലെ തോന്നി. കണ്ണുകൾ ഒരു നിമിഷം മഞ്ഞളിച്ചു പോയി. അതേ അതേ, അഗ്നി, അഗ്നി, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ വിഴുങ്ങാൻ നിൽക്കുന്ന അഗ്നി. ആ അഗ്നി ഒരു കുഞ്ഞു പന്ത് പോലെ, ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ പന്ത് പോലെ രാധാകൃഷ്ണന്മാരിൽ കാണുകയാണ്, അഗ്നിയെ കാണുകയാണ്. അവിടെ അഗ്നിദേവൻ സാക്ഷാൽ രാധാകൃഷ്ണന്മാരെ ഇങ്ങനെ വണങ്ങുകയാണ്. നിരവധി ഗജങ്ങൾ, ആനകൾ, നിരവധി കുതിരകൾ, നിരവധി ഒട്ടകങ്ങൾ, അനേകം മുഖങ്ങൾ ഭഗവാന്, അനേകം കണ്ണുകൾ, അനേകം ഉദരങ്ങൾ. അതേ, അവര് കാണുന്നു സാക്ഷാൽ അനന്തൻ, സാക്ഷാൽ അനന്തൻ. അനന്തനെ അവര് കാണുകയാണ്. രാധാകൃഷ്ണന്മാരിൽ അനേകം ദേവഗണങ്ങൾ കൈകൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, കൈകൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആ ദിവ്യമന്ത്രം അവര് കേൾക്കുകയാണ്, ആ ദിവ്യമന്ത്രം കേൾക്കുകയാണ്. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ, ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ, ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. അറിയാതെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് പറഞ്ഞു ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ, ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ, ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. രാധാകൃഷ്ണന്മാർക്ക് ചുറ്റും നഗ്നരായ സന്യാസിമാര്, ദിഗംബരന്മാര്, നഗ്നരായ സന്യാസിമാര് സർവ്വതും മതിമറന്ന് ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. നിങ്ങളും ചവിട്ടിക്കൊള്ളൂ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.
ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് മനസ്സിലാക്കുകയാണ്, ശരീരബോധം അജ്ഞന്മാർക്ക് മാത്രമുള്ളതാണ്, ദേഹബോധം അജ്ഞന്മാർക്ക് മാത്രമുള്ളതാണ്. അതെ, അതിൻ്റെ ഉന്നത ശ്രേണിയിലെത്തിയവർക്ക് ദേഹബോധങ്ങളില്ല, ദേഹമേ ഇല്ല എന്ന സത്യം ഭഗവാൻ കൃഷ്ണനും രാധാറാണിയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് ബോധ്യമാക്കി കൊടുക്കുകയാണ്. ഈ ദിഗംബര നൃത്തത്തിലൂടെ അനേകം മഹർഷിമാര് അനേകം സിദ്ധര് വൈദിക സൂക്തങ്ങളാൽ സ്തുതിക്കുകയാണ് രാധാറാണിയെ, കൃഷ്ണനെ വൈദിക സൂക്തങ്ങളാൽ സ്തുതിക്കുകയാണ്. പിതൃക്കള്, വിശ്വദേവന്മാര്, ഗന്ധർവന്മാര്, യക്ഷന്മാര്, അസുരന്മാര്, അനേകം നിറങ്ങളാൽ പൊതിഞ്ഞ വാകൾ, അതേ മുഖത്തെ വായാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൗരവര്, പാണ്ഡവര്, അവരെ സഹായിക്കുന്ന നിരവധി രാജാക്കന്മാര്, ഉദ്ധവൻ, സാത്യകി, നിരവധി സസ്യങ്ങൾ, ഫലങ്ങൾ പിടിച്ചു നിൽക്കുന്ന നിരവധി സസ്യങ്ങൾ, ഇഴജന്തുക്കൾ, മൃഗങ്ങളെ കൊല്ലുന്ന വേടന്മാര്, മനുഷ്യരെ തന്നെ കൊല്ലുന്ന ആരാചാരന്മാര്, സൗരയുധം മുഴുവനും, മരുഭൂമി, വായു, അതേ സകലതും കാണുകയാണ് അവര്. ഇനി ഭഗവാൻ ഭൂമിയിൽ വന്ന് നിർമ്മിക്കേണ്ട ദ്വാരക വരെ കാണുകയാണ്, മധുര കാണുകയാണ്, ജരാസന്ധനെ കാണുന്നു, ദ്രൗപദിയെ കാണുന്നു, ദ്രുപദനെ കാണുന്നു, സകലരെയും കാണുന്നു. ദുര്യോധനൻ, ദുശാസനൻ, ശല്യർ, കുരുക്ഷേത്ര യുദ്ധഭൂമി അവർക്ക് കാണുകയാണ്. ഭഗവാനിൽ കുരുക്ഷേത്ര യുദ്ധഭൂമി കാണുകയാണ്. ഇനി നടക്കേണ്ട, ഭഗവാൻ ഭൂമിയിൽ വന്നതിന് ശേഷം മാത്രം നടക്കേണ്ട യുദ്ധം കാണുകയാണ് അവര്. നിരവധി രാജാക്കന്മാര് ഭഗവാന്റെയും രാധാജിയുടെയും വായിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് കാണുന്നു. ചിലരിടയ്ക്ക് ദംഷ്ട്രങ്ങളിൽപ്പെട്ട് ചതഞ്ഞ് അരയുന്നത് കാണുന്ന കാഴ്ച കണ്ട് അത്ഭുതപരമായി അവര് നിന്നുപോയി. അതേ, ഭഗവാനിൽ കാണുന്നു നാരദര്, വില്ലുമംഗലം സ്വാമി, അഗസ്ത്യമുനി, വ്യാസൻ, ശുഗൻ, പരീക്ഷിത്ത്, ഹനുമാൻ, രാവണൻ, സീത, രാമൻ, ജനകൻ, വിഭീഷണൻ, നിരവധി പക്ഷികള്, ഇരുട്ട്, വെളിച്ചം അവര് കാണുകയാണ്. വേദങ്ങള്, ഉപനിഷത്തുകള് സർവ്വതും കാണുകയാണ്. ആ രൂപം വളർന്നു വരികയാണ്. ആ പ്രഭ കൂടി വരികയാണ്. കോടാനുകോടി സൂര്യപ്രഭ. തങ്ങൾക്കിനി താങ്ങാൻ പറ്റുന്നില്ല ആ വിശ്വരൂപം. അവർ പറഞ്ഞു, ഭഗവാനെ താങ്ങാൻ പറ്റുന്നില്ല, ഇനി താങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായി കഴിഞ്ഞു. ആ വിരാട് രൂപം, ഭഗവാൻ വിരാട് രൂപത്തിന്റെ ശക്തി കുറച്ചു കൊണ്ടുവന്നു. അപ്പോൾ അവർ കണ്ടു രാധാകൃഷ്ണന്മാർ ഒന്നായി ചേർന്ന് നിൽക്കുന്നത് കണ്ടു. അതെ, ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾ രണ്ടല്ല. ആ വിരാട് ദർശനത്തിന് മുന്നിൽ അവർ നമസ്കരിച്ചു. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അവരുടെ കണ്ണുകൾ മാത്രമല്ല, എന്റെ കണ്ണുകളും ഭഗവാനെ രാധാറാണിയമ്മേ, ആ വിരാട് രൂപം ഇത് അവതരിപ്പിക്കുമ്പോൾ ഞാനും കാണുകയായിരുന്നു. ഭഗവാനെ, ഇത് അവതരിപ്പിക്കാനുള്ള ഭാഗ്യം തന്നല്ലോ കൃഷ്ണ. രാധാറാണിയമ്മേ, ആ വിരാട് രൂപത്തിന് മുന്നിൽ ഞങ്ങൾ കൈതൊഴുന്നു. എന്റെ രാധേ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും രാധാകൃഷ്ണന്മാരുടെ വിരാട് രൂപ ദർശനം കണ്ടു കഴിഞ്ഞു. അവര് കൈതൊഴുന്നു. ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ പോലെ ഭാഗ്യവാന്മാരാണ്. കൃഷ്ണന്റെ വിരാട് രൂപം കണ്ടിട്ടുണ്ട്. രാധാകൃഷ്ണ വിരാട് രൂപം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അതേ, ഞാനും എന്റെ രാധേ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും പാദങ്ങളിൽ വീഴുകയാണ്. ആ ബ്രഹ്മ വിഷ്ണു മഹേശ്വര
ഈശ്വരന്മാരുടെ കൂടെ പാദങ്ങളിൽ വീഴുകയാണ്. ഭഗവാൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, ഞങ്ങളെയും പിടിച്ചെഴുന്നേൽപ്പിക്കൂ ഭഗവാനെ. അമ്മേ രാധാറാണി അമ്മേ, കൃഷ്ണ ഗുരുവായൂരപ്പ, ഞങ്ങളും അവിടുത്തെ പാദങ്ങളിൽ വീണ് കിടക്കുന്നു. ആ കരങ്ങൾ കൊണ്ട് എന്നെയും എൻ്റെ ചാനൽ കാണുന്നവരെയും പിടിച്ചെഴുന്നേൽപ്പിക്കൂ. അതെ, അതും നടക്കുന്നുണ്ട്. ഭഗവാന്റെയും രാധാറാണിയുടെയും സ്പർശം നമ്മളിലുണ്ട്. നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. മനസ്സുകൊണ്ട് സങ്കല്പിക്കൂ ആ പാദങ്ങളിൽ വീഴുന്നത്. ആ പാദങ്ങളിൽ വീഴുന്നത് സങ്കല്പിക്കൂ. നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. നമുക്ക് ആനന്ദ നൃത്തം ചവിട്ടാം. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹാ.